എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മുഖ്യമന്ത്രിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മുഖ്യമന്ത്രി. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെയിൻ പോയിന്റ്സ് മാത്രം നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 164. മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന ആർട്ടിക്കിൾ ആണ് 164. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആര്? സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയായ ആദ്യ വനിത ആരാണ്? മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാണ് സുജേത കൃപലാനി. അപ്പോൾ രണ്ടാമത്തെ വനിത നന്ദിനി സത്പതി. മുഖ്യമന്ത്രിയായ ആദ്യ വനിത സുജേത കൃപലാനി, മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വനിത നന്ദിനി സത്പതി. ഇനി മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിക്കാം. മലയാളി വനിത, മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ ജാനകി രാമചന്ദ്രൻ ആണ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വനിത ആരാണെന്ന് ചോദിച്ചാൽ ഷീല ദീക്ഷിത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വനിത ആരാണ്? ഷീല ദീക്ഷിത്. അതുപോലെ റെയറായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റും ആണ്. മുഖ്യമന്ത്രി ആയിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ വ്യക്തി ബൽവന്ത് റായ് മേത്തയാണ്. മുഖ്യമന്ത്രി ആയിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ വ്യക്തിയാണ് ബൽവന്ത് റായ് മേത്ത. തിരഞ്ഞെടുപ്പ് സമ്പ്രദായം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തിരഞ്ഞെടുപ്പ് സമ്പ്രദായം, നമ്മുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി നമ്മൾ കേരള മുഖ്യമന്ത്രിമാരിലേക്ക് നോക്കാം. കേരള മുഖ്യമന്ത്രിമാരിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കേരള മുഖ്യമന്ത്രിമാരിലേക്ക് നോക്കുമ്പോൾ ആദ്യ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് ആരാണ്? EK നായനാർ. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്നത് EK നായനാർ ആണ്. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രി ആയിരുന്നത് K കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ കാലം EK നായനാരും ഏറ്റവും കൂടുതൽ തവണ K കരുണാകരനും. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയത് പിണറായി വിജയനാണ്. ഇത് കേരളത്തിൻ്റെ ബേസാണ് കേട്ടോ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ കാലം പിണറായി വിജയൻ, ഏറ്റവും കുറച്ച് കാലം CH മുഹമ്മദ് കോയ. ഓക്കെ. ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രി ആയത് ആരാണ് എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണ്. ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രി ആയത് VS അച്യുതാനന്ദൻ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രി ആയത് ആരാണെന്ന് ചോദിച്ചാൽ AK ആന്റണിയാണ്. അപ്പോൾ കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായത് VS അച്യുതാനന്ദനും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായത് AK ആന്റണിയുമാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ ജന്മി സമ്പ്രദായം നിരോധിച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്നത്. ജന്മി സമ്പ്രദായം നിരോധിച്ച് നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പഞ്ചാബ് ഗവർണർ ആയി നിയമിക്കപ്പെട്ട കേരള മുഖ്യമന്ത്രി. പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പട്ടം താണുപിള്ളയാണ്. കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള. കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ള. പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന കൃതി രചിച്ച മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം, EMS. അടുത്തൊരു ക്വസ്റ്റ്യൻ, കേരള ജനത പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? പട്ടം താണുപിള്ളയാണ്. കേരള ജനത പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് R ശങ്കർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. R ശങ്കർ ആണ് പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി. എൻ്റെ ബാല്യകാല സ്മരണകൾ ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ് എന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ബാല്യകാല സ്മരണകൾ ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ്? C അച്യുതമേനോൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. അത് ആരുടെയാണ്? C അച്യുതമേനോൻ. ഇന്ത്യയുടെ 20ാമത് പ്രതിരോധ മന്ത്രിയായ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ AK ആന്റണിയാണ്. ഇന്ത്യയുടെ 20ാമത് പ്രതിരോധ മന്ത്രിയായ കേരള മുഖ്യമന്ത്രി AK ആന്റണി. ചാരായ നിരോധനം കൊണ്ടുവന്നതും AK ആന്റണി തന്നെയാണ്. ചാരായ നിരോധനം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാലും AK ആന്റണിയാണ്. VS അച്യുതാനന്ദൻ്റെ ആത്മകഥ ഏതാണെന്ന്
ചോദിച്ചിട്ടുണ്ട്, പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് VS അച്യുതാനന്ദൻ്റെ ആത്മകഥ. ഏതാണ് ഫ്രണ്ട്സ്? സമരം തന്നെ ജീവിതം. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദൻ്റെയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കറണ്ട് അഫെയർ. ഓക്കെ, കേരളത്തിൻ്റെ 12ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? 12ാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? ധർമ്മടം. കേരളത്തിൻ്റെ 12ാമത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മണ്ഡലം ധർമ്മടം.